ഇന്നാകുമോ കോൺഗ്രസ് പട്ടിക? സംസ്ഥാനത്തെ കോൺഗ്രസ് പട്ടിക സ്ക്രീനിംഗ് കമ്മിറ്റി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്ക് കൈമാറി. ഉമ്മൻചാണ്ടി മത്സരിക്കണമെന്നാണ് സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെടുന്നത്. എന്നാൽ മത്സരിക്കുന്ന കാര്യത്തിൽ ഉമ്മൻചാണ്ടിക്ക് എതിരഭിപ്രായമാണ് ഉള്ളത്. Now, screening committee is over. Matter will go up to the Central Election Committee. There are no disputes. Everybody has been consulted, and after wide consultations, the screening committee has prepared its recommendations. എം ഉണ്ണികൃഷ്ണൻ ഡൽഹിയിൽ നിന്നും ചേരുന്നു. ഉണ്ണി, ഏറ്റവും ഒടുവിൽ ആശങ്ക ഉമ്മൻചാണ്ടി മത്സരിക്കുമോ ഇല്ലയോ എന്നതിലേക്ക് എത്തിയിരിക്കുന്നു. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് മുകുൾ വാസ്നിക് പറഞ്ഞത്? ഇന്ന് തന്നെ എന്തായാലും സ്ഥാനാർത്ഥി പട്ടിക ഉണ്ടാകുമോ? രേണുക, ഇന്നത്തെ ചർച്ചകൾക്ക് ശേഷം പുറത്തിറങ്ങിയ AICC ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക്കിന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. അദ്ദേഹം പറയുന്നത് തർക്കം ഉണ്ടായിട്ടില്ല, എല്ലാവരുമായും വിശദമായ ചർച്ച നടത്തിക്കൊണ്ട് സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ട സ്ക്രീനിംഗ് കമ്മിറ്റി ചർച്ചകൾ അവസാനിച്ചിരിക്കുന്നു. ഇനി ഈ പട്ടിക കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് പോകുമെന്നാണ്. ഇന്ന് വൈകിട്ട് 4:30 മണിക്കാണ് തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ യോഗം ചേരുന്നത്. ആ യോഗത്തിലായിരിക്കും ഈ പട്ടിക വെച്ചുകൊണ്ട് അന്തിമ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാനുള്ള നടപടികളിലേക്ക് കടക്കുക. ഏതായാലും ഇപ്പോഴും പൂർണ്ണമായും ഒരു മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിലേക്ക് പട്ടിക നിജപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല കോൺഗ്രസിന് എന്നത് തന്നെയാണ് ലഭിക്കുന്ന വിവരം. ചില മണ്ഡലങ്ങളിൽ ഒന്നിലധികം സ്ഥാനാർത്ഥികളുടെ പേരുകളുമായാണ് ഈ പട്ടിക കേന്ദ്ര തിരഞ്ഞെടുപ്പ് സമിതിയുടെ പരിഗണനയ്ക്ക് പോകുന്നത്. മാത്രമല്ല, സിറ്റിംഗ് എംപിമാരുടെ അടക്കം കാര്യത്തിൽ ഹൈക്കമാൻഡിന്റെ അനുമതി ആവശ്യമായുണ്ട്. അവരെ മാറ്റണമെങ്കിൽ സിറ്റിംഗ് MLA-മാർ മത്സരിക്കണമെങ്കിലും അതിൽ പ്രധാനപ്പെട്ടത് എറണാകുളത്തിന്റെ കാര്യം തന്നെയാണ്. എറണാകുളത്തെ KV തോമസിനെ മാറ്റുന്ന കാര്യം പരിഗണനയിലുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഹൈബി ഈഡനെ മത്സരിപ്പിക്കുന്നതാണ് പരിഗണിക്കുന്നത്. ആ രണ്ട് വിഷയത്തിലും ഹൈബി മത്സരിക്കണമോ KV തോമസിനെ മാറ്റണമോ എന്നതിൽ പ്രധാനമായ തീരുമാനം വരിക ഈ കേന്ദ്ര തിരഞ്ഞെടുപ്പ് സമിതിയിൽ നിന്ന് തന്നെയാണ്. ഒപ്പം വയനാട്, ഇടുക്കി മണ്ഡലങ്ങളിൽ ഗ്രൂപ്പ് സമവാക്യം പുലർത്തുന്നതുമായി ബന്ധപ്പെട്ട് വലിയ തർക്കം തന്നെ ഉടലെടുത്തിരുന്നു. A ഗ്രൂപ്പിന് വയനാട് സീറ്റ് നൽകുകയാണെങ്കിൽ I ഗ്രൂപ്പിന് ഇടുക്കി നൽകണം, തിരിച്ചാണെങ്കിൽ ആ രീതിയിലുള്ള ഗ്രൂപ്പ് നീക്കുപോക്ക് വേണമെന്ന ആവശ്യം ഉന്നയിച്ചതാണ്. സിദ്ദിഖിനെയും ഒപ്പം ജോസഫ് വാഴക്കനെയും, വയനാട് നിന്ന് സിദ്ദിഖിനെയും ഇടുക്കിയിൽ ജോസഫ് വാഴക്കനെയും മത്സരിക്കാനുള്ള നീക്കമാണ് ആദ്യം നടന്നിരുന്നത്. അവിടെ ഇനി ഏതെങ്കിലും തരത്തിൽ സിദ്ദിഖിനെ മത്സരിപ്പിക്കുന്നില്ല എങ്കിൽ മറ്റു രീതിയിലുള്ള ഗ്രൂപ്പ് സമവാക്യങ്ങൾ ഇടുക്കിയിലും പാലിക്കേണ്ടി വരും. അതുമായി ബന്ധപ്പെട്ട തർക്കമുണ്ടായിരുന്നു. ഒപ്പം ഏറ്റവും ഒടുവിൽ ഉമ്മൻചാണ്ടിയെ മത്സരിപ്പിക്കാൻ വലിയ സമ്മർദ്ദമാണ് ശക്തമാക്കിയിരുന്നത് KPCC. അദ്ദേഹത്തെ മത്സരിപ്പിക്കുന്നതിനായി സാധ്യമായ എല്ലാ അനുനയ നീക്കങ്ങളും നോക്കി അദ്ദേഹത്തെ ചർച്ചകൾക്കായി ഡൽഹിയിലേക്ക് വിളിപ്പിക്കാൻ വരെയുള്ള ശ്രമം നടന്നു. എന്നാൽ ഉമ്മൻചാണ്ടി ഇപ്പോൾ കേരളത്തിലേക്ക് പോകുന്നുവെന്നാണ് അറിയാൻ കഴിയുന്നത്. ആന്ധ്രയിലെ ഇന്നലത്തെ ചർച്ചകൾക്ക് ശേഷം അദ്ദേഹം ബംഗളൂരുവിലെത്തി. ബംഗളൂരുവിൽ നിന്നും കേരളത്തിലേക്ക് പോകുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരം. അതായത് ഉമ്മൻചാണ്ടി ഇനിയുള്ള ചർച്ചകളിൽ പങ്കെടുക്കാൻ സാധ്യതയില്ല, അദ്ദേഹം മത്സരിക്കാനില്ല എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഉമ്മൻചാണ്ടി വരുമായിരുന്നെങ്കിൽ അദ്ദേഹത്തെ പത്തനംതിട്ടയിൽ മത്സരിപ്പിച്ചുകൊണ്ട് അവിടുത്തെ സിറ്റിംഗ് MP ആയ ആന്റോ ആന്റണിയെ ഇടുക്കിയിലേക്ക് മാറ്റാനുള്ള നീക്കമാണ് നടന്നിരുന്നത്. അങ്ങനെയെങ്കിൽ കോട്ടയം അടക്കമുള്ള സീറ്റുകളിൽ അതിന്റെ അലയൊലികൾ ഉണ്ടാകുമെന്നായിരുന്നു കണക്കുകൂട്ടൽ. പക്ഷേ അധികം മത്സരിക്കില്ല എന്ന് ഉറപ്പായ സാഹചര്യത്തിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നിന്ന് ഇനി ശ്രമം ഉണ്ടാകുമോ, കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയിൽ അദ്ദേഹത്തിന്റെ കൂടി പേര് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചർച്ചകൾ ഉണ്ടാകുമോ എന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അറിയേണ്ടത്. ഉമ്മൻചാണ്ടി വരികയാണെങ്കിൽ മറ്റു ചില സീറ്റുകളിലും കൂടി മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട്. അല്ല എങ്കിൽ ഏറെക്കുറെ ചില പേരുകൾ, ഒന്നിലധികം പേരുകളോടുകൂടിയുള്ള പട്ടികയ്ക്ക് തയ്യാറായിട്ടുണ്ട്. ആ പട്ടിക തിരഞ്ഞെടുപ്പ് സമിതിയിൽ വെച്ചുകൊണ്ട് അംഗീകാരത്തിനായിരിക്കും ശ്രമം. അപ്പോഴും അവശേഷിക്കുന്ന ചോദ്യം ഇന്ന് സ്ഥാനാർത്ഥി പട്ടിക ഉണ്ടാകുമോ എന്നത് സംബന്ധിച്ചാണ്. ഇന്നലെ ചില നേതാക്കൾ പറഞ്ഞിരുന്നത് ഇന്ന് എന്തായാലും പട്ടിക ഉണ്ടാകുമെന്നാണ്. പക്ഷേ മുകുൾ വാസ്നിക് അല്പസമയം മുമ്പ് ചർച്ചകൾക്ക് ശേഷം ഇറങ്ങിയപ്പോൾ ഇന്ന് പട്ടിക ഉണ്ടാകുമെന്ന കാര്യം സ്ഥിരീകരിക്കാനോ അത് ഉറപ്പിച്ചു പറയാനോ അധികം തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രിയോ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലേക്ക് ചർച്ചകൾ നീളുമോ വീണ്ടും വൈകുമോ എന്ന കാര്യത്തിലും അനിശ്ചിതത്വമാണ്. ഉണ്ണി സൂചിപ്പിച്ചതുപോലെ ഒരു മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ പോലും സാധ്യതാ പട്ടിക തയ്യാറാക്കാൻ കഴിയാത്തൊരു സാഹചര്യം ആണ് കോൺഗ്രസ് ഇപ്പോൾ അഭിമുഖീകരിക്കുന്നത്. അതിൽ പ്രധാന തടസ്സങ്ങൾ എന്താണ്? ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള വീതം വയ്ക്കലാണ് ഇതുവരെ കോൺഗ്രസിന് ഈ രീതിയിലുള്ള സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് അവർ നേരിട്ടിരുന്ന ഏറ്റവും വലിയ പ്രശ്നം. പക്ഷേ ഇപ്പോൾ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ ഉള്ള വീതം വെപ്പിനപ്പുറം മറ്റു ചില പ്രശ്നങ്ങൾ കൂടി അവരെ അലട്ടുന്നുണ്ട്. എന്തൊക്കെയാണ് ഈ തടസ്സങ്ങളായി നിൽക്കുന്നത്? രണ്ട് വിഷയങ്ങളാണ് പ്രധാനമായും. ഒന്ന് ഗ്രൂപ്പ് സമവാക്യങ്ങൾ, മറ്റൊന്ന് സാമുദായിക സമവാക്യങ്ങൾ. കൃത്യമായി കഴിഞ്ഞ തവണത്തേതുപോലെ ഉള്ള സാമുദായിക സമവാക്യങ്ങൾ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പട്ടികയിലും ഉറപ്പാക്കണമെന്ന നിർദ്ദേശം AK ആന്റണിയെ പോലുള്ള മുതിർന്ന നേതാക്കൾ ഇന്നലെ മുന്നോട്ട് വച്ചിരുന്നു. ഇന്നലെ ആ ചർച്ചയ്ക്ക് ശേഷമാണ് കുറെ കൂടി സാമുദായിക പ്രാതിനിധ്യം നൽകിക്കൊണ്ട് മാറ്റങ്ങൾ വരുത്താമെന്ന ആലോചനകൾ നടക്കുന്നത്. അങ്ങനെയുള്ള ആലോചനകളാണ് ഇന്നലെ സ്ഥിതിഗതികൾ അനിശ്ചിതത്തിലാക്കിയിരുന്നത്. ഒപ്പം തന്നെ ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിൽ ഉമ്മൻചാണ്ടി വരുമോ ഇല്ലയോ എന്നത് സംബന്ധിച്ചുള്ള ആശയക്കുഴപ്പം നിലനിന്നു. ഉമ്മൻചാണ്ടി വന്നാൽ കുറെ കൂടി അനുകൂലമായ മാറ്റങ്ങൾ സംസ്ഥാനത്തുണ്ടാകുമെന്ന് KPCC
വളരെ ശക്തമായ നിലപാടെടുത്തു. അക്കാര്യത്തിലും അനുനയത്തിന് സാധ്യമായിട്ടില്ല. ആ രണ്ട് വിഷയങ്ങൾ തന്നെയാണ് പ്രധാനമായും വലിയ തലവേദനയായത്. ചാലക്കുടിയിൽ ആദ്യം മത്സരിക്കാൻ തീരുമാനിച്ചിരുന്നത് ബെന്നി ബെഹനാനായിരുന്നു. എന്നാൽ പിന്നീട് സാമുദായിക പ്രാതിനിധ്യം നൽകിക്കൊണ്ട് ഒരുപക്ഷെ ധനപാലന്റെ പേര് പരിഗണനയ്ക്ക് വരുന്നു. ഒപ്പം വടകര മണ്ഡലത്തിൽ ആരെ കണ്ടെത്തുമെന്നതും പാർട്ടിക്ക് വലിയ പ്രതിസന്ധിയായിരുന്നു. മുല്ലപ്പള്ളി മത്സരിക്കാനില്ല എന്ന് അറിയിച്ചതോടുകൂടി പിന്നീട് പരിഗണനയ്ക്ക് വന്നത് രാജ്മോഹൻ ഉണ്ണിത്താന്റെ പേരാണ്. അഭിജിത്തിന്റെ പേര് പരിഗണിച്ചിരുന്നെങ്കിലും അഭിജിത്തിന് പകരം രാജ്മോഹൻ ഉണ്ണിത്താന്റെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട്. അത്തരത്തിൽ ചില സീറ്റുകളിൽ ഏത് തരത്തിലുള്ള കരുത്തരായ സ്ഥാനാർത്ഥികളെ നിർത്തണം എന്നത് സംബന്ധിച്ചുള്ള തടസ്സങ്ങളും ആലോചനകളിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ഗ്രൂപ്പ് സമവാക്യം, ജാതി സമവാക്യം, ഒപ്പം കരുത്തരായ സ്ഥാനാർത്ഥികളെ നിലനിർത്താനും കണ്ടെത്താനുമുള്ള പ്രതിസന്ധികൾ, ആ രീതിയിലാണ് പ്രതിസന്ധികൾ നിലനിന്നത്. ഒപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഉമ്മൻചാണ്ടി മത്സരിക്കുമോ ഇല്ലയോ എന്നത് സംബന്ധിച്ചുള്ള അനിശ്ചിതത്വം. ഇനിയിപ്പോൾ ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിൽ തീരുമാനം ഹൈക്കമാൻഡിൽ മാത്രം എന്നതാണോ? ഉമ്മൻചാണ്ടി ഈ മടങ്ങിയത് ഇനി ചർച്ചകൾക്കില്ല എന്ന സന്ദേശം നൽകി മടങ്ങിയത് അദ്ദേഹത്തിന്റെ താല്പര്യം കുറവ് അങ്ങേയറ്റം പ്രതിഫലിപ്പിക്കാൻ കൂടി വേണ്ടിയാണ്. അത് മറികടന്നുകൊണ്ട് അത് കാണാതെ ഒരു തീരുമാനം ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമോ ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഒരു സാഹചര്യത്തിൽ? അക്കാര്യത്തിൽ ഹൈക്കമാൻഡിന്റെ തീരുമാനം തന്നെയാകും നിർണായകമാവുക. കാരണം രാഹുൽ ഗാന്ധി കേരള സന്ദർശനം നടത്തിയപ്പോൾ തന്നെ ഉമ്മൻചാണ്ടി അദ്ദേഹത്തെ അറിയിച്ചതാണ് താനിക്കൊരു മത്സരിക്കാനില്ല എന്നുള്ള കാര്യം. തുടക്കം മുതൽ തന്നെ അദ്ദേഹം മത്സരിക്കണമെന്ന അഭിപ്രായം പറഞ്ഞിരുന്നു. ഈ 3 സീറ്റുകളും ഒപ്പം തന്നെ മധ്യകേരളത്തിലടക്കം അതുണ്ടാക്കാവുന്ന ചലനങ്ങളും അലയോലികളും ഒക്കെ കണക്കിലെടുത്തുകൊണ്ടായിരുന്നു ആ ഒരു നിർദ്ദേശം പുറത്തു വന്നത്. പക്ഷേ ഉമ്മൻചാണ്ടി സംസ്ഥാന രാഷ്ട്രീയത്തിലും ഒപ്പം അദ്ദേഹത്തിന് ഇപ്പോൾ ചുമതലയുള്ള ആന്ധ്രയിലെ ചുമതലകളും നിറവേറ്റിക്കൊണ്ട് നിൽക്കാനുള്ള താല്പര്യമാണ് അറിയിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു നിഷേധാത്മക സമീപനം ഉണ്ടാകുമ്പോൾ എങ്ങനെ അദ്ദേഹത്തെ അനുനയിപ്പിക്കുമെന്നൊരു ചോദ്യം കൂടി ബാക്കി നിൽക്കുന്നുണ്ട്. ഏകപക്ഷീയമായി ഹൈക്കമാൻഡിനെ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് അദ്ദേഹത്തെ മത്സര രംഗത്തേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. കാരണം മുതിർന്ന നേതാവായതുകൊണ്ട് തന്നെ. അപ്പോൾ അദ്ദേഹത്തിന്റെ പേര് ഇനി KPCC ഈ സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് മുമ്പാകെ വെച്ചാൽ പോലും അതിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ചർച്ചകൾക്ക് സാധ്യതയാണ് ഉള്ളത്. അത്രമേൽ വലിയൊരു കടുംപിടുത്തം ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നും അക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന് കരുതാൻ കഴിയില്ല. കാരണം നമുക്കറിയാം പല എ ഗ്രൂപ്പ് നേതാക്കളൊക്കെ തന്നെ പറയുന്നത് അതൊരു അവസാന ആയുധം മാത്രമാണ്. നിലവിലെ സാഹചര്യത്തിൽ ഉമ്മൻചാണ്ടി മത്സരിക്കേണ്ടതില്ല എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ഒരു അഭിപ്രായമായിരിക്കുമോ വരിക? അല്ല രമേശ് ചെന്നിത്തലയും ഒപ്പം മുല്ലപ്പള്ളി രാമചന്ദ്രനും കൂടി ചേർന്നുകൊണ്ട് വളരെ ശക്തമായ സമ്മർദ്ദം CEC-യിൽ ഈ വിഷയത്തിൽ ഉയർത്തുമോ എന്ന കാര്യമാണ് അറിയേണ്ടത്. പക്ഷേ ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന്റെ നിലപാടിൽ ആവർത്തിച്ച് നിന്നാൽ വലിയ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് കടുംപിടുത്തത്തിലൂടെ അദ്ദേഹത്തെ മത്സരിപ്പിക്കാൻ ഹൈക്കമാൻഡിന് കഴിയുമെന്ന് തോന്നുന്നില്ല. എം ഉണ്ണികൃഷ്ണനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. എന്തായാലും കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക ഇന്നുണ്ടാകുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വം നിലനിൽക്കുന്നു എന്നതാണ് എം ഉണ്ണികൃഷ്ണൻ റിപ്പോർട്ട് ചെയ്യുന്നത്. ശബരിമലയുടെ ചിത്രങ്ങളോ പോലീസ് നടപടിയോ പ്രചാരണത്തിന് ഉപയോഗിക്കരുതെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം പൂർണ്ണമായി തള്ളി കോൺഗ്രസ് പോസ്റ്ററുകൾ. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ കോൺഗ്രസ് വ്യാപകമായി പതിച്ച പോസ്റ്ററുകളിൽ ശബരിമലയുടെ ചിത്രം സഹിതം വോട്ട് ചോദിക്കുന്നു. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് ചട്ടം വിശദീകരിച്ചത് ഇങ്ങനെ: ദൈവത്തിന്റെ പേരിലെ ഇൻസൈഡ് ദ ഫീലിംഗ്സ് ഐ തിങ്ക് ദാറ്റ് ഈസ് എ വയലേഷൻ ഓഫ് ദി മോഡൽ കോഡ് ഓഫ് soliciting the vote in the name of religion. ഈ മതത്തിന്റെ പേരിലെ വോട്ട് ചോദിക്കുന്നത് അത് അപരാധമാണ്. ദാറ്റ് ഈസ് എ വയലേഷൻ. ഇനി ആറ്റിങ്ങൽ മണ്ഡലത്തിൽ വ്യാപകമായി കോൺഗ്രസ് പതിച്ചിരിക്കുന്ന പോസ്റ്ററുകൾ കാണുക. ശബരിമലയെ കലാപഭൂമിയാക്കിയവർക്കെതിരെ പ്രതിഷേധ വോട്ട് ചെയ്യാനാണ് പോസ്റ്ററുകളിലെ ആഹ്വാനം. ശബരിമലയുടെ ചിത്രങ്ങളോ പോലീസ് നടപടിയോ പ്രചരണ വിഷയമാക്കരുതെന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ആവർത്തിച്ചുള്ള നിർദ്ദേശം വന്ന് മണിക്കൂറുകൾക്കുള്ളിലാണ് അതെല്ലാം തള്ളി പോസ്റ്ററുകൾ പതിച്ചത്. ശബരിമല പ്രചാരണ വിഷയമാക്കരുതെന്ന നിർദ്ദേശം അനുസരിക്കില്ലെന്ന് കോൺഗ്രസും BJPയും പ്രഖ്യാപിച്ചിരുന്നു. അയ്യപ്പന്റെ ചിത്രം ഉപയോഗിച്ച് ലഘുലേഖ പുറത്തിറക്കിയ BJPക്കെതിരെ ഇടതുമുന്നണി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് പരാതി നൽകിയിരുന്നു. ശബരിമല കർമ്മസമിതിയുടെ പേരിലുള്ള ലഘുലേഖയാണ് പരാതിക്ക് കാരണമായത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. കോട്ടയ്ക്കലിൽ നടന്ന കൂടിക്കാഴ്ച യാദൃച്ഛികമാണെന്ന മുസ്ലിം ലീഗ് വാദം തള്ളി SDPI. മുസ്ലിം ലീഗ് നേതൃത്വത്തിന്റെ ആവശ്യപ്രകാരമായിരുന്നു കൂടിക്കാഴ്ചയെന്ന് SDPI സംസ്ഥാന പ്രസിഡന്റ് അബ്ദുൾ മജീദ് ഫൈസി ന്യൂസ് 18നോട് പറഞ്ഞു. മലപ്പുറത്ത് കുഞ്ഞാലിക്കുട്ടിക്കെതിരെ മത്സരിക്കുമെന്നും SDPI വ്യക്തമാക്കി. കൊണ്ടോട്ടിയിൽ നടന്നത് രഹസ്യ ചർച്ചയല്ലെന്നും യാദർശികമായ കൂടിക്കാഴ്ചയാണെന്നുമുള്ള ലീഗ് വാദം തള്ളുന്നതാണ് മജീദ് ഫൈസിയുടെ വെളിപ്പെടുത്തൽ. ലീഗ് നേതാക്കളെ കാണാൻ SDPIയുടെ ഭാഗത്തു നിന്ന് താല്പര്യമെടുത്തിട്ടില്ല. മുസ്ലിം ലീഗ് നേതാക്കളുടെ താല്പര്യപ്രകാരം തന്നെയാണ്. കുഞ്ഞാലിക്കുട്ടിക്കെതിരെ മലപ്പുറത്ത് സ്ഥാനാർത്ഥിയെ നിർത്തും. SDPI അതിന്റെ തനിമ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് SDPI മത്സരിക്കും. SDPI തീവ്രവാദ പാർട്ടിയാണെന്ന മുനവർ അലി ശിഹാബ് തങ്ങളുടെ ആരോപണം രഹസ്യചർച്ച പുറത്തായതിന്റെ ജാള്യത മറയ്ക്കാനാണെന്നും മജീദ് ഫൈസി ആരോപിച്ചു. കുഞ്ഞാലിക്കുട്ടിയും ET മുഹമ്മദ് ബഷീറും നൽകിയ വിശദീകരണം തൃപ്തികരമാണെന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി വ്യക്തമാക്കിയെങ്കിലും കൂടിക്കാഴ്ചയെ ചൊല്ലി ലീഗിൽ അതിർത്തി പുകയുകയാണ്. മലപ്പുറത്ത് സ്ഥാനാർത്ഥിയെ നിർത്താതിരുന്നത് കുഞ്ഞാലിക്കുട്ടിയെ സഹായിക്കാനാണെന്ന ആരോപണം ഉയർന്ന സാഹചര്യത്തിലാണ് SDPI നിലപാട് മാറ്റിയതെന്നാണ് സൂചന. സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18 കോഴിക്കോട്.
പത്തനംതിട്ടയിൽ PS ശ്രീധരൻപിള്ളയുടെയും K സുരേന്ദ്രന്റെയും അൽഫോൺസ് കണ്ണന്താനത്തിന്റെയും പേരുകളുമായി ബിജെപിയുടെ സ്ഥാനാർത്ഥി പട്ടിക. ആറ്റിങ്ങലിൽ ശോഭാ സുരേന്ദ്രനാണ് മുൻഗണന. സംസ്ഥാന നേതൃത്വം തയ്യാറാക്കിയ പട്ടികയിൽ ടോം വടക്കന്റെ പേര് ഇല്ലെന്ന് ശ്രീധരൻപിള്ള പറഞ്ഞു. അമിത്ഷായുടെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും സാന്നിധ്യത്തിൽ ഇന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ഡൽഹിയിൽ ചേരുന്നത്. പത്തനംതിട്ടയിൽ ബിജെപിയുടെ പട്ടികയിലുള്ളത് 3 കരുത്തർ. സംസ്ഥാന പ്രസിഡന്റ് PS ശ്രീധരൻപിള്ള, ജനറൽ സെക്രട്ടറി K സുരേന്ദ്രൻ, പിന്നെ കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനവും. പാലക്കാട് മത്സരിക്കുമെന്ന് കരുതിയിരുന്ന ശോഭാ സുരേന്ദ്രന് ഇപ്പോൾ ആറ്റിങ്ങലാണ് മുൻഗണന. കൊല്ലത്തെ പട്ടികയിൽ സുരേഷ് ഗോപിയും CV ആനന്ദബോസും ശ്യാംകുമാറും. തിരുവനന്തപുരത്ത് കുമ്മനം രാജശേഖരൻ മാത്രമാണ് പട്ടികയിലുള്ളത്. 3 ദിവസം മുമ്പ് BJPയിലെത്തിയ ടോം വടക്കന്റെ പേര് സംസ്ഥാന സമിതി നൽകിയ പട്ടികയിലില്ലെന്ന് PS ശ്രീധരൻപിള്ള പറഞ്ഞു. ഇതിനെ സംബന്ധിച്ചിടത്തോളം കേരള ഘടകത്തിലൊന്നും അറിയില്ല. കേരള ഘടകത്ത് അദ്ദേഹം ചേരുന്ന കാര്യം പറഞ്ഞിരുന്നു, പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി പറഞ്ഞിരുന്നു. അതിൻ്റെ ഇനിയിപ്പോൾ അദ്ദേഹം മത്സരിക്കോ ഇല്ലെന്നുള്ള കാര്യത്തെക്കുറിച്ച് കേന്ദ്ര കമ്മിറ്റിയാണ് ഞങ്ങളോട് പറയേണ്ടത്. കോട്ടയത്ത് PC തോമസ് NDA സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചു കഴിഞ്ഞു. ആലപ്പുഴയിൽ KS രാധാകൃഷ്ണൻ, അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ. മാവേലിക്കരയിൽ അഡ്വക്കേറ്റ് P സുധീർ, PM വേലായുധൻ, KPMS നേതാവ് നീലകണ്ഠൻ മാസ്റ്റർ. ഇടുക്കിയിൽ BDJSന്റെ ബിജു കൃഷ്ണനും എറണാകുളത്ത് V ഗോപകുമാറും സ്ഥാനാർത്ഥിയായേക്കും. ചാലക്കുടിയിൽ AN രാധാകൃഷ്ണൻ, അനൂപ് ആന്റണി എന്നിവർക്കൊപ്പം കോൺഗ്രസിൽ നിന്നെത്തിയ ടോം വടക്കന്റെ പേരും ദേശീയ നേതൃത്വം നൽകിയേക്കും. തൃശൂരിൽ തുഷാർ വെള്ളാപ്പള്ളി സ്ഥാനാർത്ഥിയായില്ലെങ്കിൽ K സുരേന്ദ്രൻ മത്സരിക്കാനെത്തും. ആലത്തൂരിൽ BDJSന്റെ PV ബാബു, പാലക്കാട് ശോഭാ സുരേന്ദ്രനു പുറമെ P കൃഷ്ണകുമാർ, കോഴിക്കോട് MT രമേശും പ്രകാശ് ബാബുവും, വടകര VK സജീവൻ, പൊന്നാനി VT രമ, മലപ്പുറം V ഉണ്ണികൃഷ്ണൻ, കണ്ണൂരിൽ CK പത്മനാഭൻ, വയനാട് ആന്റോ അഗസ്റ്റിൻ എന്നിവർക്കാണ് സാധ്യത. കാസർഗോഡ് PK കൃഷ്ണദാസിനൊപ്പം പ്രകാശ് ബാബു, K ശ്രീകാന്ത് എന്നിവരും പരിഗണനയിലുണ്ട്. വൈകിട്ടാണ് BJPയുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം. ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങൾക്കൊപ്പം കേരളത്തിലെ പട്ടികയും പരിശോധിക്കുമെന്നാണ് സൂചന. ന്യൂസ് 18 ഡൽഹി. ജലന്ധർ മുൻ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരായ കേസിൽ നീതിക്കായി വീണ്ടും തെരുവിലിറക്കരുതെന്ന് കന്യാസ്ത്രീകൾ. കേസിൽ കുറ്റപത്രം സമർപ്പിക്കാൻ വൈകുന്നതിനാൽ സാക്ഷികൾക്ക് സമ്മർദ്ദം കൂടുന്നുവെന്നും സിസ്റ്റർ അനുപമ പറഞ്ഞു. കുറ്റപത്രം വൈകുന്നതിനെതിരെ കോട്ടയം SP-ക്ക് കന്യാസ്ത്രീകൾ നിവേദനം നൽകി. കുറ്റപത്രം 3 ദിവസത്തിനകം സമർപ്പിക്കുമെന്ന് പോലീസ് ഉറപ്പു നൽകിയെന്നും കന്യാസ്ത്രീകൾ പറഞ്ഞു. കുറ്റപത്രം നൽകാനായിട്ട് വൈകുന്നതിനെക്കുറിച്ചുള്ള ഒരു പരാതിയായിരുന്നു കൊണ്ടേ കൊടുത്തത്. എത്രയും പെട്ടെന്ന് തന്നെ കുറ്റപത്രം നൽകാനായിട്ട് തന്നെയാണ് നൽകാൻ സാധിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത് എന്നാണ് സാറ് പറഞ്ഞത്. ജി ശ്രീജിത്ത് വിവരങ്ങളുമായി ചേരുന്നു. ശ്രീജിത്ത്, കുറ്റപത്രം കൊടുക്കാൻ വൈകുന്നതുമൂലം സാക്ഷികൾക്ക് മേൽ സമ്മർദ്ദം കൂടുന്നു എന്ന കാര്യമാണ് സിസ്റ്റർമാർ ധരിപ്പിച്ചത് അധികൃതരെ. എന്തുറപ്പാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത്? വിവരങ്ങൾ എന്തൊക്കെയാണ്? വളരെ വേഗം തന്നെ കുറ്റപത്രം സമർപ്പിക്കപ്പെടുമെന്ന ഉറപ്പാണ് SP നൽകിയിരിക്കുന്നത്. ഇപ്പോൾ കുറ്റപത്രം DGPയുടെ മുന്നിലാണുള്ളത്. DGP കൂടി അത് കൃത്യമായി പൂർണ്ണമായും പരിശോധിച്ച ശേഷമായിരിക്കും കുറ്റപത്രം സമർപ്പിക്കുക. ജില്ലാ പോലീസ് മേധാവിയുടെയും IG-യുടെയും ഇതിന്മേലുള്ള വെരിഫിക്കേഷൻ ഇത് പഠനം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷമാണ് DGPക്ക് സമർപ്പിച്ചത്. 3-4 ദിവസത്തിനുള്ളിൽ DGP ഇത് തിരിച്ചു നൽകിയാൽ ഉടൻ തന്നെ എന്തെങ്കിലും തിരുത്തലുകൾ വേണ്ട എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ സമർപ്പിക്കപ്പെടും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കന്യാസ്ത്രീകൾ സുരക്ഷ അടക്കമുള്ളവ ചൂണ്ടിക്കാട്ടിയാണ് SP-യെ കണ്ടത്. ഈ കേസിൽ പല സാക്ഷികൾക്കും വലിയ സമ്മർദ്ദമുണ്ടാകുന്നതായും ചൂണ്ടിക്കാണിച്ചു. എന്തായാലും വേണ്ട സുരക്ഷ, ആവശ്യമെങ്കിൽ വേണ്ടയിടത്ത് സുരക്ഷ ഒരുക്കാമെന്നും SP കന്യാസ്ത്രീകൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. രേണുക. ശ്രീജിത്ത്, ഇതിൽ ഇവർ പറയുന്നത് ഇനിയും ഒരു സമരത്തിന് തെരുവിലേക്ക് ഇറങ്ങാനുള്ള സാഹചര്യം ഒരുക്കരുത് എന്ന കാര്യം കൂടി അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. നടപടിക്രമങ്ങൾ വൈകിയാൽ ഇനിയും ഒരു സമരത്തിലേക്ക് എന്നതായിരുന്നു അവർ നൽകുന്ന സൂചനയെന്ന് തോന്നുന്നു. തീർച്ചയായും ശക്തമായ ഒരു സൂചന തന്നെ അവർ നൽകുന്നുണ്ട്. കാരണം നേരത്തെ തന്നെ കന്യാസ്ത്രീകൾക്കെതിരെ നടപടി ഉണ്ടായ സമയത്ത് തന്നെ ട്രാൻസ്ഫറും മറ്റും റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോട്ടയത്തെ സേവ് അവർ സിസ്റ്റേഴ്സ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ അവർ സമരം നടത്തിയിരുന്നു. അത് വിജയം കാണുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് കുറ്റപത്രം കൂടി വൈകുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. എന്തായാലും സർക്കാരിനെ സംബന്ധിച്ച് വേഗത്തിൽ കുറ്റപത്രം സമർപ്പിക്കേണ്ടതുണ്ട്. കാരണം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത് ചർച്ച ചെയ്യപ്പെടുന്നത് വലിയ അവരെ ദോഷകരമായി ബാധിക്കും എന്നതാണ് അവരുടെ സർക്കാരിനെ സംബന്ധിച്ച് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ വേഗത്തിൽ കുറ്റപത്രം സമർപ്പിക്കപ്പെടുമെന്നാണ് കരുതുന്നത്. ജി ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്.
ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെ സാക്ഷി പറഞ്ഞ സിസ്റ്റർ ലിസി വടക്കേലിന് ഭീഷണി. മൊഴി നൽകിയ ശേഷം നോട്ടപ്പുള്ളിയായെന്നും മഠത്തിൽ നിന്ന് മരുന്ന് പോലും ലഭിക്കുന്നില്ലെന്നും സിസ്റ്റർ ലിസി പറഞ്ഞു. ഫ്രാങ്കോ പിതാവിനെതിരെ മൊഴി കൊടുത്തതിനാൽ അധികാരികൾ ഒരു കർശന നിലപാടെടുത്തത് എന്റെ ജീവൻ സൂക്ഷിക്കാനാണോ എന്ന് ആദ്യം ചിന്തിച്ചു. അതിനുശേഷം അവർ കർശനമായി ചില കാര്യങ്ങൾ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി എന്റെ ജീവന് ഭീഷണിയുണ്ടെന്ന്. ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെ പരാതി നൽകിയ ശേഷം ജീവന് ഭീഷണിയുണ്ട്. പലരുടെയും നോട്ടപ്പുള്ളിയായി മാറുകയും ചെയ്തു. അതിനിടയിലാണ് മഠത്തിൽ ഭീഷണി കത്ത് വരുന്നത്. സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്കലിന്റെ പേരും കത്തിൽ പരാമർശിക്കുന്നുണ്ട്. മഠത്തിൽ തുടരുന്നത് സുരക്ഷിതമല്ലെന്നും പോലീസും കോടതിയും ഇടപെടണമെന്നും സിസ്റ്റർ ലിസി പറഞ്ഞു. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരായ പരാതി സിസ്റ്റർ ലിസി വടക്കേലിനോടാണ് പീഡനത്തിനിരയായ കന്യാസ്ത്രീ ആദ്യം പറയുന്നത്. സിസ്റ്ററുടെ പ്രേരണയിലാണ് പിന്നീട് കന്യാസ്ത്രീ പരാതി നൽകിയതും. ന്യൂസ് 18 കൊച്ചി. പിറവം പള്ളി തർക്കത്തിൽ സമവായ നീക്കത്തിനുള്ള സർക്കാർ ശ്രമങ്ങൾ പൂർണ്ണമായും തള്ളി ഓർത്തഡോക്സ് സഭ. തെരഞ്ഞെടുപ്പ് കാലത്ത് ഇമേജ് ഉണ്ടാക്കാനുള്ള നീക്കമാണ് സർക്കാർ നടത്തുന്നതെന്ന് ഓർത്തഡോക്സ് സഭ വൈദിക ട്രസ്റ്റി ഫാദർ എം.ഒ. ജോൺ ന്യൂസ് 18നോട് പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ സഭയുടെ വികാരം ഉൾക്കൊണ്ട് വിശ്വാസികൾ വോട്ട് ചെയ്യുമെന്നും സഭ പറഞ്ഞു. ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിൽ സർക്കാരിന് വേണ്ടി ഓർത്തഡോക്സ് സഭ പൂർണ്ണമായും രംഗത്തിറങ്ങിയിരുന്നു. പിറവം പള്ളിയിലെ സുപ്രീം കോടതി വിധി നടപ്പാക്കുമെന്ന് വ്യക്തമായ ഉറപ്പ് ലഭിച്ചതിനെ തുടർന്നാണിത്. പക്ഷേ വിശ്വാസവഞ്ചനയാണുണ്ടായത്. ഡിസംബറിൽ മന്ത്രിസഭാ ഉപസമിതി രൂപീകരിച്ച ശേഷം ഇപ്പോൾ ചർച്ച നടത്തുന്നത് തന്ത്രമാണ്. സ്ഥാനാർത്ഥി നിർണയമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഗവൺമെന്റിന് നല്ലൊരു ഇമേജ് ഉണ്ടാക്കിയെടുക്കണം. ഓർത്തഡോക്സ് യാക്കോബായ തർക്കങ്ങൾ പരിഹരിക്കാനായിട്ട് ഗവൺമെന്റ് ഇടപെടുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പൊതുസമൂഹത്തിൽ അങ്ങനെ ഒരു വികാരം സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമായിട്ടും ഇതിനെ സംശയിക്കേണ്ടിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ വിധി നടപ്പാക്കണമെന്നും ഓർത്തഡോക്സ് സഭ ആവശ്യപ്പെടുന്നു. തെരഞ്ഞെടുപ്പിൽ പിറവം പള്ളി തർക്കം പ്രതിഫലിക്കും. സഭയുടെ വികാരം ഉൾക്കൊണ്ട് വിശ്വാസികൾ വോട്ട് ചെയ്യും. വീണ ജോർജ് സഭയുടെ സ്ഥാനാർത്ഥിയല്ലെന്നും എം.ഒ. ജോൺ പറയുന്നു. ഇങ്ങനെ ഒരു പ്രത്യേക സ്ഥാനാർത്ഥിക്ക് വേണ്ടി അല്ല സഭ നിൽക്കുന്നത്. വീണ ജോർജ് സഭയുടെ സ്ഥാനാർത്ഥിയുമല്ല. തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് നിൽക്കെ ഓർത്തഡോക്സ് സഭയുടെ നിലപാട് ഇടതുമുന്നണിക്ക് പ്രതിസന്ധിയുണ്ടാക്കും. ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. അഹങ്കാരം നിറഞ്ഞതും നിർഭാഗ്യകരവുമാണ് ഓർത്തഡോക്സ് സഭാ നിലപാടെന്ന് യാക്കോബായ സഭ. സർക്കാർ നീക്കം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തേണ്ടതില്ല. ഇതിനു മുൻപ് നടന്ന മധ്യസ്ഥ ശ്രമത്തെയും ഓർത്തഡോക്സ് സഭ അട്ടിമറിച്ചിട്ടുണ്ട്. ന്യായമായ എല്ലാ വിട്ടുവീഴ്ചയ്ക്കും യാക്കോബായ സഭ തയ്യാറാണെന്നും മീഡിയ സെൽ ചെയർമാൻ തിയോഫിലോസ് മെത്രോപൊലിത്ത പറഞ്ഞു. ഒരിക്കലും നമുക്ക് ഇത് സർക്കാരിൻ്റെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കുന്നത് വളരെ നിർഭാഗ്യകരമാണ്. അവരുടെ ആ പ്രസ്താവന തന്നെ അത് അപലപനീയവുമാണ്. ISRO മുൻ ശാസ്ത്രജ്ഞൻ നമ്പിനാരായണൻ ഉൾപ്പെടെ 56 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചു. മലയാളി പുരാവസ്തു ഗവേഷകൻ കെ മുഹമ്മദ് പത്മശ്രീ ഏറ്റുവാങ്ങി. നമ്പി നാരായണൻ ഉൾപ്പെടെ 7 പേരാണ് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിൽ നിന്നും ഇന്ന് പത്മഭൂഷൺ ഏറ്റുവാങ്ങിയത്. ഗോസംരക്ഷക സുദേവി ദാസി, സംഗീതജ്ഞ ജീജാഭായ്, വ്യവസായി അനിൽകുമാർ നായിഡു എന്നിവർ പത്മവിഭൂഷൺ സ്വീകരിച്ചു. പുരാവസ്തു ഗവേഷകൻ കെ മുഹമ്മദ്, ക്രിക്കറ്റ് താരം ഗൗതം ഗംഭീർ, ഫുട്ബോൾ ക്യാപ്റ്റൻ സുനിൽ ഛേത്രി, അമ്പെയ്ത്ത് താരം ബോംബല്യ ദേവി, അഭിനേതാവ് മനോജ് വാജ്പേയി തുടങ്ങിയവർക്കും പത്മശ്രീ സമ്മാനിച്ചു. KP അഭിലാഷ്, ന്യൂസ് 18 ഡൽഹി. ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കുന്നതിൽ ചൈന ലോകരാജ്യങ്ങൾക്കൊപ്പം ചേരുമെന്ന പ്രതീക്ഷ പ്രകടിപ്പിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ്. ഭീകരർക്കെതിരെ നടപടി സ്വീകരിച്ച ശേഷം മാത്രമേ പാകിസ്ഥാനുമായി ചർച്ചയുള്ളൂ എന്നും സിംഗ് ആവർത്തിച്ചു. ന്യൂസ് 18 ഗ്രൂപ്പ് എഡിറ്റർ ഇൻ ചീഫ് രാഹുൽ ജോഷിക്ക് അനുവദിച്ച പ്രത്യേകാഭിമുഖത്തിലായിരുന്നു പരാമർശം. മസൂദ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കണമെന്ന പ്രമേയത്തെ എതിർത്തതിന് ചൈനയ്ക്ക് അവരുടേതായ കാരണങ്ങൾ ഉണ്ടാകാമെന്ന് രാജ്നാഥ് സിംഗ് അഭിപ്രായപ്പെട്ടു. 6 മാസത്തിനകം ചൈന ഇന്ത്യക്കും ലോകരാജ്യങ്ങൾക്കുമൊപ്പം ചേരുമെന്നാണ് പ്രതീക്ഷ. समय लग सकता है लेकिन चीन भी रास्ते पर आएगा. मैं पूरी तरह से आश्वस्त हूँ और जल्दी ही आएगा. 6 महीने के लिए तो बात टल गई है. 6 महीने का है और उसके बाद 2-3 महीने का ज्यादा से ज्यादा कोई और ले सकता है. टेक्निकल होल्ड लिए कर सकते हैं जी. नहीं तो मुझे कामयाबी मिलेगी. मैं आश्वस्त हूँ. ഭീകരർക്കെതിരെ നടപടി സ്വീകരിച്ച ശേഷം മാത്രമേ പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാനുമായി ചർച്ചയുണ്ടാകൂ. देखिए, पहले तो पाकिस्तान में जो आतंकवादी ठिकाने हैं उन सारे आतंकवादी ठिकानों को समाप्त करने की पहल പാകിസ്ഥാൻ की सरकार के द्वारा की जानी चाहिए. ഉത്തർപ്രദേശിൽ മുസ്ലിങ്ങളുടെ വോട്ടും ബിജെപിക്ക് ലഭിക്കും. രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും ഭരണവിരുദ്ധ വികാരമുണ്ടായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിച്ചെങ്കിലും പൊതു തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ബിജെപിക്ക് വോട്ട് ചെയ്യും. यहाँ हमको कुछ नाराजगी है राज्य सरकार को लेकर, लेकिन जब केंद्र सरकार का चुनाव होगा तो हम फिर से
भारतीय जनता पार्टी के साथ और मोदी जी के साथ खड़े रहेंगे। विधानसभा के चुनाव में लोग मतदान करते हैं, उन्हीं मुद्दों पर लोकसभा में करते हैं, ऐसा नहीं होता। अधिकांश मुद्दे होते हैं जो कि लगभग समान होते हैं, लेकिन कुछ मुद्दे भिन्न होते हैं। इसलिए लोगों का नजरिया वोट डालने का विधानसभा के कंपैरिजन में लोकसभा में कुछ बदलता है। വാഗ്ദാനങ്ങൾ നടപ്പാക്കാതിരുന്നാൽ ജനങ്ങൾ തിരിച്ചടി നൽകുമെന്ന നിതിൻ ഗഡ്കരിയുടെ പരാമർശം തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടുവെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. വോട്ടെടുപ്പിന് ഇനി 37 നാൾ. ഇന്ദിരയും സോണിയയും ജയിച്ച കർണാടകത്തിൽ മത്സരിക്കാൻ രാഹുൽ ഗാന്ധി എത്തുമോ? സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം ഇക്കാര്യം പരസ്യമായി ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ജെഡിഎസുമായുള്ള സീറ്റ് ധാരണയിൽ നിരാശരായ പ്രവർത്തകർ ഇപ്പോൾ രാഹുലിന്റെ വരവും കാത്തിരിക്കുകയാണ്. അടിയന്തരാവസ്ഥക്കാലത്ത് അടിതെറ്റിയ ഇന്ദിര തിരിച്ചുവന്നത് കർണാടക ചിക്ക്മാംഗ്ലൂരിലെ ജയത്തിലൂടെയാണ്. 2 പതിറ്റാണ്ടിന് ശേഷം ബെല്ലാരിയിൽ നിന്ന് സോണിയയും പാർലമെന്റിലെത്തി. 1999-ൽ സോണിയയുടെ എതിരാളി സുഷമ സ്വരാജായിരുന്നു. പിന്നെയും 2 പതിറ്റാണ്ടിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ രാഹുൽ കർണാടകയിലെത്തുമോ? രാഹുൽ മത്സരിക്കണമെന്ന ആവശ്യവുമായി കർണാടകയിലെ കോൺഗ്രസ് നേതൃത്വം പരസ്യമായി രംഗത്ത് വന്നു കഴിഞ്ഞു. നിലവിൽ 9 എംപിമാരാണ് കോൺഗ്രസിനുള്ളത്. ജെഡിഎസിന് സിറ്റിംഗ് സീറ്റായ തുംകൂർ ഉൾപ്പെടെ 8 എണ്ണം വിട്ടുകൊടുത്തത് നേതാക്കളെയും അണികളെയും ഒരുപോലെ ചൊടിപ്പിച്ചിരിക്കുകയാണ്. രാഹുൽ മത്സരിക്കാനെത്തിയാൽ ഈ പ്രതിഷേധം മറികടന്ന് കർണാടകയിൽ അനുകൂല തരംഗമുണ്ടാക്കാമെന്നാണ് കണക്കുകൂട്ടൽ. ഇലക്ഷൻ ഡെസ്ക് ന്യൂസ് 18. ന്യൂസിലൻഡ് വെടിവയ്പ്പിന് ശേഷം കാണാതായവരിൽ ഒരു മലയാളി യുവതിയുമുള്ളതായി സംശയം. പട്ടികയിലുള്ള ആൻസി കരുപ്പാക്കുളം കൊടുങ്ങല്ലൂർ സ്വദേശിയാണെന്നാണ് വിവരം. മരിച്ചവരിൽ ഒരു ഗുജറാത്ത് സ്വദേശിയുമുണ്ടെന്ന് റെഡ് ക്രോസ് സ്ഥിരീകരിച്ചു. 8 ഇന്ത്യക്കാരെയാണ് വെടിവയ്പ്പിന് ശേഷം കാണാതായത്. സ്പോർട്സ്. ഫോർമുല 1 കാറോട്ട മത്സരത്തിന്റെ 70ാം പതിപ്പിന് നാളെ തുടക്കം. ഓസ്ട്രേലിയൻ ഗ്രാൻഡ് പ്രിയോടെയാണ് സീസണ് തുടക്കമാകുന്നത്. നിലവിലെ ചാമ്പ്യൻ ലൂയിസ് ഹാമിൽട്ടണും സെബാസ്റ്റ്യൻ വെറ്റലും അടക്കമുള്ള പ്രമുഖരാണ് ഇത്തവണയും കിരീട പോരാട്ടത്തിൽ മുന്നിൽ. വേഗപ്പോരിന്റെ ആവേശ കാഴ്ചകൾക്കായി ലോകം ഒരുങ്ങിക്കഴിഞ്ഞു. F1 സീസണിലെ ആദ്യ അംഗം മെൽബണിൽ. കഴിഞ്ഞ 5 സീസണുകളിൽ 4ലും ചാമ്പ്യനായ ലൂയിസ് ഹാമിൽട്ടൺ തന്നെയാണ് ഇക്കുറിയും കിരീട സാധ്യതയിൽ മുന്നിൽ. Moves out and has to go round the outside with Kimi Räikkönen. Can he take the lead of the Italian Grand Prix? വെല്ലുവിളിയായി കഴിഞ്ഞ 2 തവണയും രണ്ടാമതെത്തിയ സെബാസ്റ്റ്യൻ വെറ്റലും മാക്സ് വെർസ്റ്റപ്പനും ഡാനിയൽ റിക്കാർഡിയോയുമുണ്ട്. നിർമ്മാതാക്കളുടെ വിഭാഗത്തിൽ മെഴ്സിഡസ് ഫെറാറി പോരാട്ടം തന്നെയാകും ഇക്കുറിയും. ഹാമിൽട്ടണും ബോട്ടാസും മെഴ്സിഡസിനായി ഇറങ്ങുമ്പോൾ വെറ്റലിനൊപ്പം ഇക്കുറി ഫെറാറി സംഘത്തിലുള്ളത് ഷാൾ ലെക്ലർക്ക്. 5 പതിറ്റാണ്ടിന് ശേഷം ബോണസ് പോയിന്റ് മടങ്ങിയെത്തുന്നു എന്ന പ്രത്യേകതയുമുണ്ട് സീസണ്. ഓരോ റേസിലും ഏറ്റവും വേഗത്തിൽ ലാപ്പ് പൂർത്തിയാക്കുന്ന ഡ്രൈവർക്ക് 1 പോയിന്റ് അധികം നൽകും. 21 റേസുകൾക്കൊടുവിൽ ഡിസംബർ 1-ന് അബുദാബി ഗ്രാൻഡ് പ്രിയോടെ സീസണ് അവസാനമാകും. സ്പോർട്സ് ഡെസ്ക് ന്യൂസ് 18. കോഴിക്കോട് ലളിതകലാ അക്കാദമി ആർട്ട് ഗ്യാലറിയിൽ ആസ്വാദകരെ അത്ഭുതപ്പെടുത്തുകയാണ് ജഹാൻ ജോബി എന്ന 5 വയസ്സുകാരന്റെ ചിത്രപ്രദർശനം. 2 വർഷം കൊണ്ട് ജഹാൻ വരച്ച 50ഓളം ചിത്രങ്ങളാണ് പ്രദർശനത്തിനുള്ളത്. ലിറ്റിൽ ജഹാൻസ് ആർട്ട് എക്സിബിഷൻ ഞായറാഴ്ച അവസാനിക്കും. ഈ റിപ്പോർട്ടോടെ 2 മണി വാർത്ത പൂർണ്ണമാകുന്നു. നമസ്കാരം. ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ എത്തിയപ്പോൾ കൂട്ടുകാരനൊപ്പം ഓടി നടക്കുകയാണ് ചിത്രകാരൻ. ക്യാമറ കണ്ടപ്പോൾ മൈക്ക് പിടിച്ചു വാങ്ങി പാട്ടു തുടങ്ങി. മുതിർന്നവരെ പോലും അത്ഭുതപ്പെടുത്തും ജഹാൻ ജോബി എന്ന 5 വയസ്സുകാരന്റെ വര. വാൻഗോഗിന്റെ സ്റ്റാറി നൈറ്റിന്റെ അനുകരണമടക്കം 50ഓളം ചിത്രങ്ങൾ. ജഹാന്റെ വര പോലെ തന്നെ സ്വപ്നങ്ങൾക്കും അതിരില്ല. ഞാൻ എല്ലാ സ്ഥലത്തും പോകും. അപ്പൊ എനിക്ക് ഓരോ സ്ഥലത്ത് നോക്കുമ്പോ എനിക്ക് ഐഡിയ കിട്ടി. ഞാൻ ചെറിയ കുട്ടി ആകുമ്പോഴേ ക്യാൻവാസ് വരച്ച് എനിക്ക് നല്ല വലിയ ആർട്ടിസ്റ്റായി. വീട്ടിലെ ചുമരിലും മതിലും വരച്ചു തുടങ്ങിയ ജഹാൻ ഇപ്പോൾ ക്യാൻവാസ് വിട്ടൊരു കളിയില്ല. ആക്രിലിക്കിൽ കടുംനിറങ്ങളോടാണ് താല്പര്യം. എവിടെയും വരക്കാനുള്ള സ്വാതന്ത്ര്യവും കലയുടെ അന്തരീക്ഷവും ജഹാൻ ഊർജ്ജമായെന്ന് എഴുത്തുകാരി കൂടിയായ അമ്മ ആര്യ ഗോപി. ചുവരിൽ കുത്തിവരച്ചു തുടങ്ങുന്ന കുഞ്ഞുങ്ങളെ വിലക്കുന്ന രക്ഷിതാക്കൾ ഈ പ്രദർശനം കാണണം. ചെറുതെന്ന് നമ്മൾ കരുതുന്ന അവരുടെ ലോകം എത്ര വലുതാണെന്ന് അറിയണം. ന്യൂസ് 18 കോഴിക്കോട്.